ഷാർജയിലെ ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടാം. പലർക്കും പ്രിയപ്പെട്ട ഈ സ്ഥലം എന്നും തുറക്കാറില്ല. ഷാർജ എക്സ്പോ സെന്ററിൽ വലിയ മേളകൾ നടക്കുമ്പോൾ മാത്രം സജീവമാകുന്ന ഈ ഇടം ബുക്ക് ഫെയർ നടക്കുമ്പോൾ ഇത്തവണ കൂടുതൽ മനോഹരമാണ്. ഷാർജയിലെ ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തി തരാം. ഷാർജ എക്സ്പോ സെന്ററിന് മുന്നിലെ അൽത്തവാനിലെ ഷാർജ എക്സ്പോ സെന്ററിന് മുന്നിലെ ഒരു മനോഹരമായ ഫുഡ് സ്പോട്ടാണ്. ഈ ഒരു ആംബിയൻസിന് ആക്ച്വലി പുറത്ത് വന്ന് ഒരു ഔട്ട്ഡോർ വന്നിരുന്ന് ഫാമിലിയോടൊപ്പം ആ മനോഹരമായ ഫുഡ് കഴിക്കാൻ, രുചിയുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലേസിനെ കാണാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്തരം ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ പോലെയുള്ള ഇത്തരം ഇവൻറ്റുകൾ നടക്കുമ്പോൾ മാത്രം ഓപ്പൺ ആവുന്ന ഒരു ഏരിയ ആണിത്. ഒരുപാട് ഫുഡ് ട്രക്കുകളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റേജ് ഉണ്ട്. ഈ നൈറ്റ് സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ ഈ സ്റ്റേജിൽ പെർഫോമൻസുകൾ ഉണ്ടാവും. അത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ ഒരു പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചും കൂടി മനോഹരമായൊരു പ്ലേസ് ആണിത്. പക്ഷേ ഇഷ്ടപ്പെടാത്തവർക്ക്, ഇനി പുസ്തകങ്ങൾ വായിക്കാത്തവർക്ക് പോലും വൈകുന്നേരങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഈ ഒരു ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. ഷാർജ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഷാർജ എക്സ്പോ സെൻറ്ററിന് മുന്നിൽ തന്നെയാണ്. ഈ പറയുന്ന നമുക്ക് ലൊക്കേഷനായിട്ട് വേണമെങ്കിൽ ആ ഫ്ലാഗ് പോയിന്റ് വെക്കാം. ആ ഫ്ലാഗ് പോയിന്റിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് സ്പോട്ട് ഉള്ളത്. നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് തന്നെ ഇതിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഒരു സ്ഥലം? അടിപൊളിയല്ലേ? ബുക്ക് ഫെയറിൽ നമ്മൾ 3 പേര് എഴുത്തുകാരാണ്. അപ്പോൾ നമ്മുടെ ബുക്ക് ഉണ്ട് ഇവിടെ. അപ്പം നമ്മളിവിടെ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ അപ്പോൾ തൊട്ട് വരും. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം അത്യാവശ്യമാണല്ലോ. കാരണം എല്ലാ നേരത്തെയും ഭക്ഷണം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടായി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഈ അറ്റ്മോസ്ഫിയർ നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഈ തണുപ്പ് തുടങ്ങണമായിരുന്നു. നവംബറിലാണല്ലോ ഇന്നും ബുക്ക് ഫെയർ. ഇപ്പോൾ ഒരു തിരിച്ച് തണുപ്പ് തുടങ്ങി, പുറത്ത് വന്നിരിക്കാനാണ് രസം. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ്. നല്ല അടിപൊളി. എല്ലാ ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടാനും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കിട്ടാനും പറ്റിയൊരു സ്ഥലമാണ്. ശരിക്കും അതൊരു പാർക്കിൽ പോയി ഇരുന്ന്, അല്ലെങ്കിൽ ഇവിടെ ലാസ്റ്റ് എക്സ് എന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ്? ഫുഡ് അടിപൊളി ഫുഡാണ്. നല്ലൊരു വൈബ് ഏരിയ ആണ്. ഇത്തിരി വെറൈറ്റി, അച്ഛൻ പറഞ്ഞ പോലെ ഇത്തിരി വെറൈറ്റി ഫുഡ്സ് ഒക്കെ കിട്ടും. ഫ്രൈസ്, ബർഗേഴ്സ്, അതൊക്കെ ഇത്തിരി സ്റ്റാൻഡേർഡ്, നല്ല ഇത്തിരി ഒരു ലക്ഷറി എന്നാൽ അത്ര ലക്ഷറി അല്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഇത് കിട്ടും. ആംബിയൻസ് സെറ്റല്ലേ, കണ്ടില്ലേ? നല്ല ലൈറ്റ്. രാത്രി ആകുമ്പോൾ കൂടുതലൊരു ഭംഗി വരും. അപ്പോൾ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് കുറച്ചൊരു ബോറടിച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുക, അങ്ങനത്തെ ഒരു സെറ്റ് സ്ഥലം. ഞാൻ ഒമാനിൽ നിന്നാണ് പുസ്തകമേളയിലേക്ക് വന്നത്. വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് വളരെ ആസ്വാദകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഫുഡ് സ്പോട്ട്. എനിക്ക് തോന്നുന്നു ഇവിടത്തേക്ക് മാത്രമായിട്ട് വേണമെങ്കിലും ജനങ്ങൾക്ക് വരാം. Palestine. So how is the food spot? Well, I find the food spot is now attractive more than before. Before there was like only 2 food cars here. Now there is more, and the lights, the place, you put also grass, trees all around the place. It became more attractive to people to come. വായനയുടെ സുഖം മാത്രമല്ല, ഭക്ഷണത്തിന്റെ രുചി കൂടി ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ കഴിയും. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനൊപ്പം അക്ഷയ് പേരാവും.